പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ സീത എന്ന യുവതിയുടെ മരണം ആഴ്ചകളായി നാട്ടുകാരെയും അധികൃതരെയും ഒരുപോലെ ഞെട്ടിച്ചൊരു സംഭവമാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചുവെന്ന് ഭർത്താവ് ബിനു ഉറപ്പിച്ചു പറഞ്ഞു. ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയുമാണ്. സീതയുടെ മരണം കാട്ടാന ആക്രമണമല്ല, അതൊരു കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ കേസിനെ സങ്കീർണമാക്കുകയും സംശയത്തിന് മുന്നിൽ ഭർത്താവ് ബിനുവിനെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സംഭവം നടന്ന ദിവസം ബിനുവിന്റെ മൊഴികളും വസ്തുതകളും വളരെ നിർണായകമായിരുന്നു. സംഭവം നടന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴാണ് സീത മരിച്ചതെന്ന് ബിനു മാധ്യമങ്ങളെയും അധികൃതരെയും അറിയിച്ചത്. പീരുമേടിനടുത്ത് മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. ബിനുവിന്റെ മൊഴി പ്രകാരം താനും സീതയും മക്കളും കാട്ടിലായിരിക്കുമ്പോൾ കുത്തനെയുള്ള കയറ്റത്തിലെ പടർപ്പിനകത്തു നിന്ന് ഒരു കാട്ടാന പ്രത്യക്ഷപ്പെട്ടുവെന്നാണ്. നടന്ന സീതയെ കാട്ടാന മുന്നിൽ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് കറക്കിയെറിഞ്ഞു. മുന്നിലേക്ക് ചാടിയ തന്നെയും ആന തട്ടിത്തെറിപ്പിച്ചു. താൻ ദൂരേക്ക് തെറിച്ചു വീണു. എന്നാൽ ആന സീതയെ വീണ്ടും ആക്രമിക്കുന്നത് കണ്ടു. മക്കൾ പിന്നിലായിരുന്നതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ബിനു പറയുകയായിരുന്നു. എന്നാൽ സീതയെ കാട്ടാന 2 തവണ ആക്രമിച്ചെന്ന് ബിനു ഇപ്പോഴും ആവർത്തിക്കുമ്പോഴും തന്നെയും 15 അടിയോളം ദൂരത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞുമെന്നും ബിനുവിന്റെ പ്രതികരണമുണ്ട്. തന്നെ കേസിൽ കുടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന വൈകാരിക പ്രതികരണവും ബിനു നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബലിയാടാക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ബിനു ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. എന്നാൽ കൊലപാതകമാണെന്ന് കോട്ടയം DFO മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. വനത്തിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വഴിക്കാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആന ചാടി വന്നാണ് സീതയെ അടിച്ചു തെറിപ്പിച്ചത്. നഷ്ടപരിഹാരമല്ല വേണ്ടതെന്നും തനിക്ക് നഷ്ടപ്പെട്ട ഭാര്യയെയാണ് വേണ്ടതെന്നും ബിനു പറയുന്നുണ്ട്. കാട്ടാന ആക്രമണം എങ്ങനെയാണ് ഉണ്ടായതെന്ന് വിശദീകരിച്ചാണ് ബിനു മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത്. ഒരു ചോലവനത്തോട് ചേർന്നാണ് ആന നിന്നിരുന്നത്. ഇത് ബിനുവോ സീതയോ കണ്ടിരുന്നില്ല എന്നും പെട്ടെന്ന് ആന പാഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ആദ്യം സീതയെയാണ് ആക്രമിച്ചതെന്നും ബിനു പറയുന്നുണ്ട്. ആദ്യം തട്ടിയിടുകയും പിന്നാലെ ചുറ്റി വരിഞ്ഞ് ദൂരത്തേക്ക് എറിയുകയുമായിരുന്നുവെന്നാണ് ബിനു പറയുന്നത്. എന്നാൽ സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തനിക്ക് കാട്ടാന ആക്രമണം നേരിട്ടതെന്നും ബിനു വിശദീകരിക്കുന്നുണ്ട്. മൂത്ത മകനാണ് സീതയെ ആനയുടെ സമീപത്ത് നിന്ന് മാറ്റുന്നത്. ഇതിനുശേഷം തലച്ചുമടായി പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആംബുലൻസിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് സീതയെ കൊണ്ടുപോയതെന്നും ബിനു പറയുന്നുണ്ട്. ഇതേ മൊഴി തന്നെയാണ് മക്കളും പറയുന്നത്. മൊഴികളിൽ വൈരുദ്ധ്യമില്ലാത്തതാണ് പോലീസിനെ ഇപ്പോഴും വെട്ടിലാക്കുന്നത്. അതേസമയം സീത കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണത്തിലല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. സീത ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു. കല്ലുകൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുമുണ്ട്. എന്നാൽ സീതയുടെ തല പാറയിൽ ഇടിച്ചതിന്റെ പാടുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തു. സീതയുടെ 3 വാരിയെല്ലുകളാണ് മർദ്ദനത്തിൽ ഒടിഞ്ഞതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇവ ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദിച്ച് അവശയാക്കിയ സീതയെ വലിച്ചിഴച്ചിരുന്നുവെന്നും കണ്ടെത്തി. ഇടുക്കി പീരുമേടിൽ ആദിവാസി സ്ത്രീയുടെ മരണം കാട്ടാന ആക്രമണമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോഴും ഭർത്താവ് ബിനു. സീതയെ കാട്ടാന 2 തവണ ആക്രമിച്ചെന്ന് ബിനു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തന്നെയും 15 അടിയോളം ദൂരത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞുവെന്നും ബിനു പ്രതികരിക്കുന്നുണ്ട്. തന്നെ കേസിൽ കുടുക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമായും വൈകാരികമായ രീതിയിൽ ബിനു പ്രതികരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബലിയാടാക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ബിനു ആരോപിച്ചു. എന്നാൽ കൊലപാതകമാണെന്ന് കോട്ടയം DFO മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്.